വക്കോലിൻ്റെ വില പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന പല തീറ്റകളും, മിക്സഡ് തീറ്റ, കപ്പ വേസ്റ്റ്, കപ്പമാവ്, അങ്ങനെ പല തീറ്റകളും എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു ഡോക്ടറെ സമീപിച്ചപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് 10 പൈസയ്ക്ക് കാര്യമില്ലാത്ത സാധനമാണ്, നീ കുറച്ച് തവിട് ഒരു സ്വല്പം പിണ്ണാക്കും കൊടുത്ത് അതിനേക്കാൾ ഇരട്ടി വളർച്ച കിട്ടുന്നത്. അന്ന് നമ്മളത് തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മാസത്തോളം കഷ്ടി ഞങ്ങൾ, അല്ലെങ്കിൽ ഒരു കൊല്ലത്തോളം ഞങ്ങളുടെ അവിടെയുള്ള ക്ഷീര കർഷകർ, പോത്ത് വളർത്തൽ, കോഴി വളർത്തൽ, ഇങ്ങനെ ആളുകളൊക്കെ നമ്മുടെ കെയർ ഓഫിൽ ഈ സാധനം കൊടുത്തു. എല്ലാവർക്കും പണി കിട്ടിയൊരു കാര്യമാണ്. വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക. ഹലോ, നമസ്കാരം. എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ, വില കുറവിൻ്റെ തീറ്റ കൊടുത്തിട്ട് എൻ്റെ ഒരു കൊല്ലം പോയി. എൻ്റെ ഒരു കൊല്ലത്തെ പോത്ത് വളർത്തൽ മൊത്തത്തിൽ ഫ്ലോപ്പായി പോയി. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാനിത് വീഡിയോകൾ 30 വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഞാൻ ഇന്ന് തന്നെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത്, ഞായറാഴ്ച തന്നെയാണ് ഇന്ന് ഞാൻ ഇടുന്നത്. ഇന്ന് തന്നെ സെപ്റ്റംബർ 8 തന്നെയാണ് ഇടുന്നത്. ഞാൻ ഇത് ഇടാനുള്ള കാരണം, കഴിഞ്ഞ ആഴ്ചകളിൽ എനിക്കൊരു 10-15ഓളം വാട്സപ്പിൽ മെസ്സേജോളം വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ പോത്തിൻ്റെ തീറ്റ വില കുറവിൻ്റെ മിക്സഡ് തീറ്റ കൊടുക്കുന്നുണ്ട്, എന്താണ് അതുകൊണ്ട് ഗുണം? വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു 10 ആൾക്ക് ഉപകരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ എങ്ങനെ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള, ഞാനാണ് ആദ്യം വീഡിയോ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വക്കോലിൻ്റെ കാശ് പോലും വേണ്ട, പോത്തിനും പശുവിനൊക്കെ കാലിത്തീറ്റ ചിലവ് കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അടുത്തൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വാങ്ങിച്ചു കൊടുക്കുന്നവരെ കൊടുക്കുക. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇനി പറഞ്ഞുതരാം. ഞാൻ ഈ സംഭവം, അതായത് പാലക്കാട് ഭാഗത്തു നിന്ന്, നല്ലേപ്പള്ളി, അതുമാതിരി തന്നെ മീനാക്ഷിപുരം, ആ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ ആഴ്ചകളിൽ, അതായത് 8 ദിവസം 10 ദിവസം കൂടുമ്പോൾ ഏകദേശം 3000 കിലോ, അതായത് 2500-3000 കിലോ വരെ ഞങ്ങൾ ഈ സാധനം കപ്പ വേസ്റ്റ്, മിക്സഡ് തീറ്റകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുന്നിരുന്നു. എന്നിട്ട് ഞങ്ങളിവിടെ പശുവിന് കൊടുത്തിരുന്നു, പോത്തിന് കൊടുത്തിരുന്നു. പശുവിന് കൊടുത്ത സംഭവം ഞാൻ പറയുന്നു. ഇപ്പോൾ പോത്തിന് കൊടുത്തിട്ട് എന്താണ് എനിക്ക് കിട്ടിയ പണിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ സംഭവം നമ്മളാണ് ഇറക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് ആ സാധനം അവിടെ കിലോയ്ക്ക് 2 രൂപ തൊട്ട് 2.50, അതായത് 10 കിലോന് 25 രൂപ. 50 കിലോൻ്റെ ബാഗ് എടുക്കുമ്പോൾ കഷ്ടി എനിക്കൊരു 150 രൂപയുടെ റേഞ്ച്, അത്രയൊക്കെ 125, 130, 150 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വന്നിരുന്നത്. ഒരു ചാക്ക് കപ്പമാവ്, അല്ലെങ്കിൽ ഈ മിക്സഡ് തീറ്റയിൽ ഉപയോഗിക്കുന്ന മെയിൻ കണ്ടൻറ്റ് കപ്പ വേസ്റ്റ്. മിക്സഡ് തീറ്റകൾ ഉണ്ടായിരുന്നു. മിക്സഡ് തീറ്റ എനിക്ക് 150 രൂപ, 225 രൂപ, ആ ഒരു റേഞ്ചിലാണ്. എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഓർമ്മയില്ല. ഒരു 4-5 കൊല്ലം, 4 കൊല്ലം മുപ്പാടത്തെ കേസാണ് ഈ പറയുന്നത്. 5 കൊല്ലം മുപ്പാടത്തെ കേസ്. കൊറോണയ്ക്കൊക്കെ മുപ്പാടുള്ള കേസാണ്. ഫ്ലഡിന് മുപ്പാടത്തെ കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫ്ലഡിൻ്റെ ആ ഒരു മുപ്പാടുള്ളൊരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഉണ്ടായ സാഹചര്യത്തിൽ ഞാനിത് കൊടുക്കും മുപ്പാട്, കപ്പ വേസ്റ്റ് ദഹനക്കേട് ഉണ്ടാക്കുമോ, കാര്യങ്ങളുണ്ടാക്കുമോ, ചൂടാക്കി കൊടുക്കണോ, നമ്മളിതിലേക്ക് ശ്രദ്ധ ആകർഷിക്കപ്പെടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയങ്ങളിൽ പരുത്തിപ്പിണ്ണാക്ക് 30 രൂപയുടെ റേഞ്ചാന്ന് തോന്നുന്നു, തവിട് 15 രൂപ, ആ ഒരു റേഞ്ചാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വണ്ടിക്കാശടക്കം നമുക്ക് ഇപ്പോൾ പുറത്തുനിന്നൊരു വാങ്ങിക്കുന്ന ആളുകൾക്ക് ഞങ്ങളത് കപ്പമാവ് 250 രൂപ എത്ര ഞങ്ങളായിട്ടാണ് കൊടുത്തിരുന്നത്, 250, 250 രൂപയായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ തവിടിന് ഒരു ചാക്കിന് നമ്മളൊരു 15 രൂപ എന്ന് പറയുമ്പോൾ 450, 500, 600ൻ്റെ റേഞ്ചിൽ, ഇപ്പം 600 കേട്ടോ, ഒരു 500, 550 രൂപ റേഞ്ചാണ് തോന്നുന്നു എനിക്ക്. ചോളത്തവിട്, ഗോതമ്പ് തവിട്, ചോളത്തവിട് എന്നല്ല, ഗോതമ്പ് തവിടാണ് അന്ന് സുഭിക്ഷമായിട്ട് കിട്ടിയിരുന്നത്. പരുത്തിപ്പിണ്ണാക്കിന് 33 രൂപ, 32 രൂപ ആ ഒരു വിലയായിരുന്നു തോന്നുന്നു. 30 രൂപ, 32 രൂപ ആ റേഞ്ചായിരുന്നു തോന്നുന്നു എനിക്ക്. 30 രൂപയുടെ റേഞ്ച്, 32 ഇല്ല, 30 30, 31 അങ്ങനെ ആ റേഞ്ചിലാണ്. പിന്നെയാണ് 33, 35 അങ്ങനെ വില കയറിപ്പോയത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ 15 രൂപ, നമ്മൾ ലൂസായിട്ട് തീറ്റ വാങ്ങിക്കുമ്പോൾ 20 രൂപ, അല്ലെങ്കിൽ ഒരു ചാക്ക് തീറ്റ എടുക്കുമ്പോൾ 450 രൂപ, 500 രൂപ വരുന്നത്, ഈ സാധനം നമുക്ക് ഒരു 300 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 150 രൂപ, 200 രൂപ, 300 രൂപ നമുക്ക് ലാഭം. പിണ്ണാക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് വലിയ പൈസ വരുന്നുണ്ട്. പക്ഷേ ഈ ഇതാകുമ്പോൾ നമുക്ക് 300 രൂപ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 50 കിലോ ഉണ്ട്, കപ്പയാണ്, ഭയങ്കര റിസൾട്ട് ഉണ്ടാവും, അങ്ങനെയാണ്, ആനയാണ്, കുതിരയാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പാടെ നമ്മൾ ആദ്യം മൃഗാശുപത്രിയിൽ പോയി ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആ ലേഡി ഡോക്ടർ പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒന്നല്ല,
ഇത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾ 1/2 കിലോ തവിട് കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് പോലും കിട്ടില്ല. നിങ്ങളിത് എന്തോരം കൊടുത്താലും 1/2 കിലോ ചോളത്തവിട് വാങ്ങിച്ചു കൊടുക്കുന്ന റിസൾട്ട്, അല്ലെങ്കിൽ നോർമൽ തവിട് വാങ്ങിച്ചു കൊടുക്കുന്ന റിസൾട്ട് പോലും കിട്ടില്ല. എൻ്റെ ഒരു വാശി കൊണ്ടും നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല, അന്ന് നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ നമ്മൾ അപ്പോൾ കാണുമ്പോൾ അത് നല്ല തീറ്റ, അത് മിക്സഡ് തീറ്റയാണ്, ഭയങ്കര റിസൾട്ടാണ്, വില കുറവാണ്, ലോറികളിൽ ടൺ കണക്കിന് കയറ്റി പോകണം, ഇത്രയുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് യൂട്യൂബിൽ ഇങ്ങനെ വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്കറിയാം അവരിപ്പോൾ ഒന്നുമില്ലാണ്ട് ചെയ്യില്ലല്ലോ, അനുഭവം കൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മളും വിചാരിച്ച് നമ്മൾ ആ ഡോക്ടറെ പറഞ്ഞ വാക്കിനെ വില വെച്ചില്ല. അങ്ങനെ നമ്മളും കൊടുക്കാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ലോഡ് ഇറക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സാധനത്തിൽ വണ്ടിയിൽ ഒരു 10, 250, 300 കിലോ കയറ്റി കൊണ്ടുവരുമ്പോൾ നമ്മുടെ അറിയുന്ന ഒരു ചേട്ടനാണ് വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ നമുക്കുള്ളത് കൊണ്ട് കൊണ്ടുവരും, നമുക്ക് വണ്ടി പൈസ ഒന്നും വരില്ല. കഷ്ടി ഒരു 220 രൂപ, സോറി 250, 3 രൂപ റേഞ്ചിലൊക്കെ, 2 രൂപ റേഞ്ചിലൊക്കെ, അത് ചില ഇതിന് മാറുന്നതനുസരിച്ച്, ഷോർട്ട് വരുന്നതനുസരിച്ച് ഇതിൻ്റെ വിലയിൽ വ്യത്യാസം വരും. ഈ കപ്പ് വേസ്റ്റ് സാധനങ്ങളൊക്കെ 2 രൂപ തൊട്ട് 3 രൂപ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിരുന്നത്. ചിലപ്പോൾ 250 കിട്ടും, ചിലപ്പോൾ 250 കിട്ടും, ചിലപ്പോൾ 3 രൂപ, ചിലപ്പോൾ 2 രൂപയ്ക്ക് കിട്ടിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടപ്രകാരം സാധനം വട്ടയ നിറച്ചിട്ടാണ്, ഈ ഒരു വട്ടയിനെങ്കിൽ വട്ടയിൽ നിറച്ചിട്ടാണ് സാധനം വെച്ച് കൊടുക്കുക. 2 നേരം 3 നേരം ഇത്ര വിലയല്ലേ വരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു 10 മാസത്തോളം ഇത് തുടർച്ചയായിട്ട് കൊടുത്തു. ആ കൊടുക്കുന്ന സമയങ്ങളിൽ എന്നോട് നമ്മുടെ സുരേന്ദ്രേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അജോ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞത് വയറ് നിറയാനൊക്കെ ആയുള്ള ഓർഡർ, ആളും കൊടുത്തിരുന്നു ചെറിയ തോതിൽ. നീ വേറെ എന്തെങ്കിലും തീറ്റ മാറ്റി കൊടുത്ത് ഇത് തന്നെ പിടിച്ച് നിൽക്കണ്ടാട്ടാ, ഇത് ഗുണത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആളുടെ രീതിയിൽ തവിടും പിണ്ണാക്കുകളൊക്കെ ചെറിയ തോതിൽ കൊടുക്കും, ഇതും ചെറിയ രീതിയിൽ വേനൽക്കാലത്തൊക്കെ ഉൾപ്പെടുത്തി കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ കൊടുക്കണത് ഒരു 5 കിലോനൊന്നും കയറ്റിയിട്ട് കൊടുത്ത കപ്പയാണ്, പോത്ത് ഇങ്ങോട്ട് വീർക്കും. കൊടുക്കണേൻ്റെ ഒരു അന്ന് സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ജൂലൈ കഴിഞ്ഞ് സെപ്റ്റംബർ ഫസ്റ്റ് അങ്ങനെയൊക്കെയാണ് പെരുന്നാൾ വന്നിരുന്ന സമയം തോന്നുന്നു. ഇപ്പോഴാണ് ജൂൺ ഫസ്റ്റിലേക്കൊക്കെ വന്നത്. അപ്പോൾ അത്രയും പഴക്കമുണ്ട്, ഒരു 4-5 കൊല്ലത്തെ 5-6 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഒരു ജൂലൈ ലാസ്റ്റിലൊക്കെയാന്ന് തോന്നുന്നു. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആകുമ്പോൾ പുതുപ്പുല്ല് വന്നു തുടങ്ങി. പിന്നെ എനിക്കും പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്, പിന്നെ എനിക്കും മനസ്സിലായി ദൈവമേ ഇനി 3 മാസം കൂടെ ഉള്ളൂ, അതായത് 2.5 മാസം കൂടെ ഉള്ളൂ. പോത്ത് അഞ്ചഞ്ഞാൽ വലിയ ഫ്രെയിമുണ്ട്, ഒരു തുണ്ട് ഇറച്ചിയും കയറിയിട്ടില്ല, വയറ് വീർക്കും, അത് ചാണായിട്ട് പോകും, ഒരു ഗതിക്ക് ഒരു ഇറച്ചി പിടിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ആ 2-3 മാസത്തോളം ഞാൻ പിന്നെ മാറ്റി തവിട് പിണ്ണാക്ക് സാധനങ്ങളൊക്കെ കയറ്റി കൊടുത്താൽ ആ ഒരു 7 എണ്ണം ഉണ്ടായിരുന്നതിൽ 5 എണ്ണം എൻ്റെ കയ്യിൽ നിന്ന് ആ കൊല്ലം അങ്ങനെ പോയി. അതിന് നല്ല രീതിയിൽ തവിടും പിണ്ണാക്കും കൊടുത്ത് ഒരു 3 മാസം നല്ല രീതിയിൽ. പിന്നെ ആ പുതുപ്പുല്ല് വന്നതിൽ ഞാൻ രക്ഷപ്പെട്ടു. പുതുപ്പുല്ല് വന്നപ്പോൾ പുല്ല് വരുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു പോത്ത് നന്നാവില്ല, അതിൻ്റെ ഒപ്പം കൈത്തീറ്റ തവിടും പിണ്ണാക്കൊക്കെ ആഡ് ചെയ്ത് ഞാൻ ആ സാധനം പാടെ മിക്സഡ് തീറ്റകളും കപ്പ വേസ്റ്റ് സാധനങ്ങളൊക്കെ പാടെ ഒഴിവാക്കി. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, സാധാരണഗതിയിൽ ഒരു കെട്ട് നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു കെട്ട് പുല്ലെരിഞ്ഞ് കൊടുക്കില്ലേ, അതിൻ്റെ ഗുണം പോലും ഈ മിക്സഡ് തീറ്റ ചെയ്യില്ല. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പോത്തിന് ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോത്തിന് ആ മിക്സഡ് തീറ്റ കൊടുത്ത നമ്മളറിയുന്നൊരു സുഹൃത്താണ് പോത്തിനെ, നമ്മളെ വാട്സപ്പിലുള്ള പരിചയമുള്ള ആളാണ് വാങ്ങിച്ചുകൊണ്ടത്. ആൾ പറഞ്ഞത് പോത്തിൻ്റെ ലിവർ മുഴുവൻ ഞാൻ എൻ്റെ 5 പോത്തിനെ കൊണ്ടുപോയതിൽ 3 എണ്ണം ഒരു ടീം അടുപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പോത്തിൻ്റെ ലിവർ മുഴുവൻ ഡാമേജ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അറിവുള്ളവരോട് ചോദിച്ചത് എന്താണ് ഇങ്ങനെ പോത്തിൻ്റെ ലിവർ ഡാമേജ് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അപ്പോൾ നീ എന്തൊക്കെ തീറ്റകൾ കൊടുത്തിരുന്നെന്ന് ചോദിച്ചു, വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ. ഞാൻ പറഞ്ഞു അങ്ങനെ ബീർ വേസ്റ്റ് അല്ലെങ്കിൽ കപ്പമാവാണ് ഇഷ്ടപ്രകാരം കൊടുത്തിരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനത്തെ തീറ്റകളൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിനെ ബാധിക്കും, അത് അത്ര അങ്ങോട്ട് സുഖമല്ല, പിന്നെ വളർച്ച കിട്ടില്ല, അതിൻ്റേതായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും, സാധാരണഗതിയിൽ പച്ചപ്പുല്ല് ഒരു കെട്ടിട്ട് കൊടുക്കണം, അതിൻ്റെ ഗുണം പോലും ചെയ്യില്ല. എന്ത് നിങ്ങൾ വക്കോലിൻ്റെ വിലയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒത്തിരി പബ്ലിസിറ്റിയോട് കൂടി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഒരു മിക്സഡ് തീറ്റ. എൻ്റെ കൂട്ടുകാരന്മാർ കുറച്ചൊക്കെ നമ്മുടെ അറിയുന്ന ആളുകളൊക്കെ പശുവിന് കൊടുത്തിരുന്നു. പശുവിനെ സംബന്ധിച്ച് വീടുകളിൽ പാലളക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. ആ സമയത്ത് സൊസൈറ്റികളിൽ പാലളക്കുന്നവർക്ക് പണി കിട്ടി, അന്തസ്സായിട്ട് പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ മറ്റേ കൊഴുപ്പ് നോക്കണ പരിപാടിയില്ല, അത് പാടെ താഴ്ത്തേക്ക് പോയി. പിന്നെ അവരും 1-2 ഡോക്ടർമാരെ സമീപിച്ചവർ പറഞ്ഞു ലിവറിന് പ്രശ്നം ഉണ്ടാവും, ചാണകത്തിന് സ്മെല്ലുണ്ടാവും, ദഹനം ശരിയാവില്ല. പോത്തുമാരില്ല പശു, പെട്ടെന്ന് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലെ ഇറക്കാണ്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് അത്രയും സെറ്റപ്പായി ഇതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർ പറഞ്ഞു അജു നീ എന്ത് പണി കാണിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഇത് മാത്രമല്ല, ചനയുള്ള സമയത്ത് ഈ സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഗർഭാലസി പോലുള്ള സാധ്യതയുണ്ട് പശുവിന്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ള സംഭവങ്ങളാണ്. നോക്കിയും കണ്ടറിഞ്ഞൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക്
ഒത്തിരി ആളുകൾ വാട്സപ്പിൽ ഞാൻ പറഞ്ഞില്ല ഒരു 10-15 ആളുകൾ ചേട്ടാ ചേട്ടാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, വില കുറവിന് തീറ്റ കിട്ടുന്നത് ചേട്ടാ, ഇത് വാങ്ങിച്ചു കൊടുക്കുക ചേട്ടാ, ഇത്രയും ഞങ്ങൾ ചേട്ടൻ്റെ വീഡിയോ കണ്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ, എത്ര പൈസ പോകണം ചേട്ടന്, ഇതിന് ഇൻകം കൂടുതൽ കിട്ടാൻ നമ്മളോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് അവർ നമുക്ക് ആ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഇതിന് മുമ്പാട് ഞാൻ തൊട്ട് മുമ്പാട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പിന്നെ ഞാനൊരു 5-6 കൊല്ലം മുമ്പാട് ഈ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിരുന്ന ആളാണ്. അപ്പോൾ എനിക്കതിന് അത്ര നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഞങ്ങളായി ബന്ധപ്പെട്ട് നിന്നിരുന്ന കോഴിക്ക് കൊടുത്തിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി മുട്ടയില്ല, അതോടുകൂടി നിർത്തി. അതുമാതിരി തന്നെ ബ്രോയിലർ ഫാമുകാർ കൊടുത്തിരുന്നു കോഴിത്തീറ്റയ്ക്ക് പകരം കോഴിത്തീറ്റ ആ സമയത്ത് 30 ചില്ലറ അങ്ങോട്ട് വില വന്നിരുന്ന, ഇതാകുമ്പോൾ 10 രൂപ 12 രൂപ 15 രൂപയ്ക്ക് കിട്ടല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക നിസ്സാര പൈസക്ക് കിട്ടല്ലേ, 8 രൂപ 9 രൂപയ്ക്കൊക്കെ കിട്ടല്ലേ. അപ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴി ഫാമുകാർക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി വളർന്നില്ല, നാടൻ കോഴികളൊന്നും മുട്ടയിലാണ്ടായി, ഭയങ്കര ഫ്ലോപ്പായി പോയി മൊത്തത്തിൽ. ആ ഒരു കൊല്ലം പശുവിനെ വളർത്തിയവർ പിന്നെയും കുറച്ച് പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അവർക്ക് വീടുകളിൽ പാല് കൊടുക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതവർക്ക് വെള്ളം കൂടിയാലും വെള്ളം കുറഞ്ഞാലും കൊഴുപ്പ് കൂടിയാലും ഒന്നും പ്രശ്നമില്ല. ആ സമയത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ 10 മാസത്തെ പോത്തിൻ്റെ വളർച്ച മൂരടിച്ചു പോയി. പിന്നെ ഒരു 3 മാസം കൊണ്ട് ആ പുതുപ്പുല്ല് വന്നതുകൊണ്ടും പിണ്ണാക്കും തവിടും നല്ല രീതിയിൽ 3 മാസം സമയം കിട്ടിയതുകൊണ്ട്, അതായത് ജൂലൈ ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് ഒക്കെ ആയിട്ടാണ് അന്ന് പെരുന്നാളുകൾ, അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി ഒരു വില കുറവിൻ്റെ തീറ്റ കണ്ട് ഇതിൽ ചാടിപ്പോയി വീഴാൻ നിൽക്കണ്ട, നിങ്ങൾ 1/2 കിലോ തവിട് 200 പിണ്ണാക്കം കൊടുക്കാൻ പറ്റുള്ളൂ, അത് കൊടുത്ത് കുറച്ച് പച്ചപ്പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വളർച്ച കിട്ടും. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് ആ ഡോക്ടർ പറഞ്ഞത് ഞാനൊന്ന് വില വെച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ആ ഒരു സത്യത്തിൽ എനിക്ക് 7 പോത്തിന് എനിക്ക് അന്ന് വിചാരിച്ച വില എന്ന് പറഞ്ഞാൽ ദൈവം സഹായിച്ച് നമ്മുടെ ആത്മാർത്ഥത കൊണ്ട് നമ്മൾ കാണിക്കുന്ന അതിനോടുള്ള സ്നേഹം കൊണ്ടും നമ്മൾ പിന്നെ ആ സമയത്ത് കുറച്ച് കാശൊക്കെ കൂടുതൽ ചിലവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10 മാസം നമ്മൾ വളർത്തിയിട്ട് ആ പോത്ത് പോയില്ലെങ്കിൽ നമുക്ക് ഇരട്ടി നഷ്ടമായിരിക്കും. സാധാരണ ഇതിൽ 8-10 മാസം വളർത്തിയ പോത്ത് കയ്യിൽ നിന്ന് പോയില്ലെങ്കിൽ അതിൽ ചെറിയ നഷ്ടം വന്നാലും ഞാൻ എങ്ങനെയും പറഞ്ഞു വിടും. എന്നാൽ പിറ്റത്തെ കൊല്ലത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നഷ്ടമാണ്. അതായത് വലിയ പെരുന്നാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോത്ത് കൃഷിയിൽ സീസണായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് പോത്ത് പോയില്ലെങ്കിൽ ഞാൻ വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ചു വരും. അപ്പോൾ ഞാൻ ആ 2-3 മാസം നല്ല അടിപൊളിയായിട്ട് പുല്ലരിഞ്ഞിട്ട് കൊടുക്കുക, പാടത്ത് പുല്ലുകയറ്റ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെയ് ലാസ്റ്റ് ജൂൺ ഫുള്ളായിട്ട് പാടത്ത് പച്ചപ്പുല്ലൊക്കെ തിന്നപ്പോൾ പോത്ത് അന്തസ്സായിട്ട് കയറി ഒരു 2-3 മാസം കൊണ്ട് സടപെടേന്ന് പോത്ത് നല്ല സ്ട്രക്ചറിലുള്ള പോത്തായിരുന്നു. പക്ഷെ വളർച്ച കാണിക്കില്ല, ചെറുച്ചിയിൽ കയറി പിടിച്ചില്ല, മൊത്തത്തിലൊരു ശോകം മുരടിച്ച് പോയി വളർച്ച എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വില കുറവിൻ്റെ തീറ്റ കൊടുക്കാതിരിക്കുക, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയും 10 പൈസയ്ക്ക് കാര്യമില്ലാത്ത സാധനമാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്തിയിട്ട് വീണ്ടും കാണാം.